ഹേയ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ എവിടെയാണെങ്കിലും നല്ലൊരു വാരാന്ത്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഫെബ്രുവരി 9 തിങ്കളാഴ്ചയാണ്. തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം എന്റെ ചാറ്റിലെ മോഡറേറ്ററായ ജോൺ ബറിലേക്ക് ഒരു അഭിവാദ്യം. ഈ വാരാന്ത്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് സുഖം പ്രാപിച്ചുവരുന്നു എന്ന് ഞാൻ കരുതുന്നു. ജോൺ, ഞങ്ങളുടെ ചിന്തകൾ നിങ്ങളോടൊപ്പമുണ്ട്. അത് വേദനാജനകമായിരുന്നു എന്ന് തോന്നുന്നു, എങ്കിലും നിങ്ങൾ സുഖം പ്രാപിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ നരേൽ വോക്കോണിന് നാളെ ജന്മദിനമാണ്. ആസ്ട്രേലിയയിലുള്ള നരേലിൻ എന്റെ ജന്മദിനാശംസകൾ. നമ്മുടെ സക്സസ് വിത്ത് ആഷ് മുഫാർ ഫേസ്ബുക്ക് പേജിലെ അഡ്മിൻ ചാറ്റിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എപ്പോഴും വലിയ സന്തോഷമാണ്. ശരി, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രത്യേക റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ നൽകാനില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങളിലേക്ക് മറ്റൊരു വിഷയം എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ബിസിനസ്സിൽ ഒരു പോസിറ്റീവ് ഉദ്ദേശ്യം വെച്ചുപുലർത്തുക എന്നത്. നമ്മൾ ആ 1% ഉൾപ്പെടുന്നതിനെക്കുറിച്ചും ദൈനംദിന ചിട്ടകളെക്കുറിച്ചും സംസാരിച്ചിരുന്നല്ലോ. അതിൽ ഒരു ചിട്ടയായിരുന്നു മൈൻഡ്ഫുൾ എവേക്കനിംഗ്, അല്ലെങ്കിൽ ബോധപൂർവമായ ഉണർവ് എന്നത്. അതായത്, ആ ദിവസത്തേക്ക് ഒരു പോസിറ്റീവ് ഉദ്ദേശ്യം സ്വയം നിശ്ചയിക്കാൻ നിങ്ങളെ അനുവദിക്കുക. ഇത് എന്നെ ചിന്തിപ്പിച്ചു. ഇത്തരമൊരു പോസിറ്റീവ് ഉദ്ദേശ്യം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും. ഇതിലെ കണ്ടെത്തലുകൾ വളരെ രസകരമായിരുന്നു. ബിസിനസ്സിൽ ഒരു പോസിറ്റീവ് ഉദ്ദേശ്യം എങ്ങനെ നിശ്ചയിക്കാം, അത് നടപ്പിലാക്കിയാൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് മാറ്റമുണ്ടാകും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഒരു പോസിറ്റീവ് ബിസിനസ് ഉദ്ദേശ്യം നിശ്ചയിക്കുക എന്നാൽ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം നിർവചിക്കുക, നിങ്ങളുടെ മൂല്യങ്ങളുമായി പ്രവർത്തനങ്ങളെ യോജിപ്പിക്കുക, വളർച്ചയ്ക്കായി ഉപഭോക്താവിന്റെ മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ്. അതായത്, ഇത് നിങ്ങളെക്കുറിച്ച് മാത്രം ആകരുത്. നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കുക, ബിസിനസ്സിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കുക. ഉപഭോക്താക്കൾക്ക് നിങ്ങൾ നൽകാൻ പോകുന്ന മൂല്യവുമായി നിങ്ങളുടെ പ്രധാന ആശയങ്ങളെ യോജിപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഉപഭോക്താക്കളുടെ പ്രയോജനത്തിനായി ആ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുക. ഓർക്കുക, ഉപഭോക്താക്കളില്ലാതെ നിങ്ങൾക്ക് ബിസിനസ്സില്ല. ഏതൊരു ബിസിനസ്സിലും അവർക്കായിരിക്കണം നിങ്ങളുടെ ഒന്നാം പരിഗണന. കാരണം അവരാണ് നിങ്ങൾക്ക് ലാഭം നേടിത്തരുന്നത്. അതിനാൽ നിങ്ങളുടെ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും ഉപഭോക്തൃ സംതൃപ്തിയിലും അവർക്ക് നിങ്ങൾ നൽകുന്ന മൂല്യത്തിലും കേന്ദ്രീകരിച്ചായിരിക്കണം. വിജയം ദൃശ്യവൽക്കരിക്കുക, തുടർച്ചയായ അവ്യക്തമായ ഫലങ്ങൾക്ക് പകരം കൃത്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, സേവനത്തിന് മുൻഗണന എന്ന മനോഭാവം വളർത്തുക എന്നിവയാണ് ഇതിലെ പ്രധാന രീതികൾ. ഇതെല്ലാം ഉപഭോക്താവിനെ ഒന്നാമനായി കാണുന്നതിലേക്കാണ് നയിക്കുന്നത്. ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും അവർക്ക് കൃത്യമായ അറിവ് നൽകുകയും അവരുടെ താൽപ്പര്യങ്ങൾക്ക് മറ്റെന്തിനേക്കാളും മുൻഗണന നൽകുകയും വേണം. വളർച്ച പ്രോത്സാഹിപ്പിക്കുകയോ വിശ്വാസം കെട്ടിപ്പടുക്കുകയോ പോലുള്ള ഈ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അവ എഴുതിവെക്കുകയും ചെയ്യുന്നത് അവയെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും. ബിസിനസ്സിലുള്ള എല്ലാവരും അവരുടെ ബിസിനസ്സിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട്. എനിക്ക് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നപ്പോൾ പലപ്പോഴും രാത്രി ഉറക്കമില്ലാതെ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എങ്ങനെ മെച്ചപ്പെടുത്താം, കാര്യങ്ങൾ ചെയ്യാനുള്ള മികച്ച വഴി എന്താണ് എന്നൊക്കെ. ഇതൊക്കെ ബിസിനസ്സിന് നല്ലതാണ്. പക്ഷേ അവ യാഥാർത്ഥ്യമാകാൻ നിങ്ങൾ അവ എഴുതി വെക്കേണ്ടതുണ്ട്. ആശയങ്ങൾ ഉണ്ടാകുന്നതും ചിന്തിക്കുന്നതും നല്ലതാണ്, പക്ഷേ അവ നടപ്പിലാക്കുകയും പ്രവർത്തികമാക്കുകയും വേണം. ഒരു പോസിറ്റീവ് ബിസിനസ് ഉദ്ദേശ്യം നിശ്ചയിക്കാനുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, നിങ്ങളുടെ എന്തിന് എന്നതും നിങ്ങളുടെ മൂല്യങ്ങളും നിർവചിക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രധാന ലക്ഷ്യത്തെക്കുറിച്ചും നിങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ചിന്തിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് ഉപയോഗിക്കുക. ഓരോ ഘട്ടത്തിലും ആ ഒന്നാം കാര്യത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകണം. എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? അത് പണത്തിന് വേണ്ടിയാണോ, സമയത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ, അതോ രണ്ടും കൂടിയാണോ? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ എന്തിന് എന്നത് ഇടയ്ക്കിടെ പരിശോധിക്കണം. രണ്ടാമതായി, കൃത്യമായ ലക്ഷ്യങ്ങൾ വെക്കുക. പൊതുവായ ലക്ഷ്യങ്ങൾക്ക് പകരം ഈ വിശ്വാസം കെട്ടിപ്പടുക്കുന്നതിനായി ഞാൻ മൂല്യവത്തായ ഉള്ളടക്കം നിർമ്മിക്കും എന്നത് പോലുള്ള വ്യക്തമായ കാര്യങ്ങൾ പറയുക. ഇത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നായിരിക്കണം. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക തീയതിയിൽ ഞാൻ ഒരു മീറ്റിംഗ് നടത്തുമെന്നും ഒരു കാര്യം ചെയ്യുമെന്നും നിങ്ങൾക്ക് പറയാം. ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് അടുത്തത്. വെറും ലാഭം മാത്രം നോക്കുന്ന രീതിയിൽ നിന്ന് മാറി ഉപഭോക്താക്കൾക്ക് ഒരു മൂല്യമായി മാറുക. അത് വിശ്വാസ്യത വർദ്ധിപ്പിക്കും.
ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആവർത്തിക്കുന്നു. നിങ്ങളുടെ ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്നതിനായിരിക്കണം ബിസിനസ്സിൽ പ്രഥമ പരിഗണന. എന്തുകൊണ്ട്? നിലവിലുള്ള ഉപഭോക്താക്കളുടെ വിശ്വസ്തത നിലനിർത്തിയാൽ പുതിയ ഉപഭോക്താക്കളെ തേടി നിങ്ങൾക്ക് പോകേണ്ടി വരികയില്ല. നിലവിലുള്ളവരെ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് വികസിപ്പിക്കാം. എന്നാൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ മറ്റ് ബിസിനസ്സുകളിലേക്ക് പോകും. ഉൽപ്പന്നത്തിലൂടെയോ ആനുകൂല്യങ്ങളിലൂടെയോ അവർക്ക് നൽകുന്ന മൂല്യത്തിലൂടെയോ അവരെ നിലനിർത്താൻ കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനുകളിലൂടെയും മറ്റും നിങ്ങൾക്ക് കൂടുതൽ വിജയിക്കാൻ കഴിയും. പുതിയ ഉപഭോക്താക്കൾക്കായി എപ്പോഴും മാർക്കറ്റിംഗ് നടത്തേണ്ടി വരില്ല എന്നതാണ് ഇതിന്റെ ഗുണം. ബിസിനസ്സിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. പോസിറ്റീവ് ഭാഷ ഉപയോഗിക്കുക. നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന്, ഞാൻ വെല്ലുവിളികളെ സ്വീകരിക്കും. ഇത് നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഈറ്റിംഗ് ദ ഫ്രോഗ് ഏറ്റവും പ്രയാസകരമായ കാര്യം ആദ്യം ചെയ്യുക എന്നതിന്റെ ഭാഗമാണിത്. ബിസിനസ്സിൽ വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് സമ്മതിക്കുക, അവയെ നേരിട്ട് നോക്കി നേരിടുക. ബിസിനസ്സിൽ ശരിയായ അന്തരീക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണിത്. വിജയം ദൃശ്യവൽക്കരിക്കുകയും അവ അവലോകനം ചെയ്യുകയും ചെയ്യുക. വിജയം സങ്കൽപ്പിക്കുക. ദിവസേനയോ ആഴ്ചയിലോ ഉള്ള ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്നത് ഒരു ശീലമാക്കുക. ഒരു ദിവസത്തെ ജോലികൾക്ക് മുമ്പായി ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നത് അവ പൂർത്തിയാക്കാൻ സഹായിക്കും. കാര്യങ്ങൾ എഴുതിവെക്കുമ്പോൾ അവ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത കൂടുതലാണ്. എഴുതാൻ നിങ്ങൾ എടുക്കുന്ന പരിശ്രമം ആ വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും. പോസിറ്റീവ് ഉദ്ദേശ്യങ്ങൾ ഉണ്ടെന്ന് കരുതുക. ബിസിനസ്സിലെ ഇടപഴകലുകളിൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്കും ക്ലയന്റുകൾക്കും നല്ല ഉദ്ദേശ്യങ്ങളാണുള്ളതെന്ന് കരുതുക. ഇത് തർക്കങ്ങൾ കുറയ്ക്കും. നിങ്ങളുടെ ബിസിനസ് ശൃംഖലയിലുള്ള മറ്റുള്ളവർക്കും ബിസിനസ് വളർത്തുന്നതിൽ നിങ്ങളെപ്പോലെ തന്നെ ഉദ്ദേശ്യങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാമെന്നും ബിസിനസ്സിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ അവർക്ക് കഴിയുമെന്നും ഇത് അർത്ഥമാക്കുന്നു. പോസിറ്റീവ് ഉദ്ദേശ്യങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഇവയാണ്. മറ്റുള്ളവർക്ക് ഒരു മൂല്യമായി മാറിക്കൊണ്ട് ഞാൻ സമൃദ്ധി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ദയോടെ പെരുമാറും, എന്നെ കണ്ടുമുട്ടുന്നവർക്ക് എന്നിൽ നിന്ന് നല്ലത് മാത്രം ലഭിക്കണം. അവസാനമായി, ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ഞാൻ വെല്ലുവിളികളെ സമീപിക്കും. ഇത്തരം രീതികൾ ദൈനംദിന ജീവിതത്തിലോ മീറ്റിംഗുകളിലോ ഉൾപ്പെടുത്തുന്നത് ബിസിനസ്സിൽ മികച്ച അന്തരീക്ഷം ഉണ്ടാക്കും. ഇത് ജീവനക്കാർക്ക് മാത്രമല്ല ഉപഭോക്താക്കൾക്കും നല്ലതാണ്. ഓർക്കുക, സന്തോഷവാനായ ഒരു ഉപഭോക്താവ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിന്റെ മൂല്യങ്ങളും അവരുടേതുമായി ഒത്തുപോകുമ്പോൾ അവർ വീണ്ടും വരും. ഇതിൽ നിങ്ങൾ വിജയിച്ചാൽ ഏത് ബിസിനസ്സിലും നിങ്ങൾക്ക് വലിയ വിജയം നേടാം. ചുരുക്കത്തിൽ, ബിസിനസ്സിൽ ഒരു പോസിറ്റീവ് ഉദ്ദേശ്യം വെക്കുന്നത് ബിസിനസ്സിന്റെ വിജയത്തിന് മാത്രമല്ല ഉപഭോക്താക്കൾക്കും വലിയ സ്വാധീനം നൽകുന്നു. കാരണം അവർക്ക് പ്രത്യേക തോന്നും, അവർ നിങ്ങളുടെ ബിസിനസ്സിൽ പണം ചെലവഴിക്കാൻ സന്തോഷിക്കും. എന്തായാലും സുഹൃത്തുക്കളെ, ഇന്നത്തേക്ക് ഇത്രമാത്രം. നിങ്ങൾ ഇത് ആസ്വദിച്ചു എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരും. പുതിയ വാർത്തകൾ ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും അത് ആദ്യം അറിയുന്നത്. അത്രയേയുള്ളൂ. ജെയിനിൽ നിന്ന് നരേലിന് ഒരു സന്ദേശമുണ്ട്. അത് എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും സുഹൃത്തുക്കളെ, നന്ദി. നാളെ കാണാം. തൽക്കാലം വിട.